നിനക്ക് ഞാനാരോന്നും അറിയില്ല. ഞാൻ എന്റെ പിള്ളേരായിട്ട് തിരിച്ചു വരും. ഒന്നിറങ്ങി പോടാ. ഈ ഏരിയയിൽ നീ കാല് കുത്തിയെന്ന് അറിഞ്ഞ നിന്റെ കഴുത്തിന് മേലെ തല കാണില്ല. ഓർമ്മ വെച്ചോ നീ. എന്റെ അണ്ണനെ ഞാൻ ഒന്ന് കാണട്ടെ. ഇന്ന് നിന്റെ അവസാനത്തെ ദിവസമായിരിക്കും. എന്റെ അണ്ണന് എത്ര വലിയ ആളാണെന്ന് നിനക്ക് കാണിച്ചു തരാടി. ഏയ്, എന്റെ മണ്ടനായിട്ടുള്ള റൗഡിയാടാ നീ. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ ഞാൻ വേദാന്തമേനോന്റെ പെണ്ണ. വേഗം ചെല്ല്. എന്നിട്ട് നിന്റെ ചേട്ടനോട് ചോദിക്കുക വേദാന്ത ആരാണെന്ന്. അവന്റെ പേര് കേട്ടാ തന്നെ കാലൊക്കെ വിറച്ച് താഴെ വീഴും. എന്ത് പൊട്ടണോ നിന്റെയൊക്കെ ബോസ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ബോധമില്ലാത്ത നിന്നെയൊക്കെ ബിൽഡപ്പ് പറയാൻ വേണ്ടി വിടുവോ? ഒന്നിറങ്ങി പോടും. ഏയ്, ഈ കുട്ടി നിങ്ങളുടെ മകളാണോ? അതെ, എന്റെ മകളാ. അവളെ നിങ്ങൾ അറിയോ? അറിയാം, ഇന്ന് രാവിലെ കണ്ടതാ. ദൈവമേ, എന്റെ മകളുടെ നാക്കും ബഹളവും കേട്ടിട്ട് ഇവർക്ക് വഴക്ക് പറയണമെന്ന് തോന്നല്ലേ. എത്ര സംസ്കാരമുള്ള കുട്ടിയായത്. ഇവളോട് ഒരു തവണ സംസാരിച്ച് തന്നെ അറിയാം എത്ര നല്ല കുടുംബത്തിലെയാന്ന്. ആവശ്യത്തിൽ കൂടുതൽ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയാ കണ്ടത്. എത്ര നല്ല കുട്ടിയെ. എന്റെ മോളെ പോലെയല്ല. നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. അവളുടെ മുഖം കണ്ടാൽ തന്നെ നമ്മളുടെ പകുതി വിഷമം മാറും. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നാടിനും വീടിനും ചേർന്ന പോലെ ഐശ്വര്യമായിട്ട് ജീവിക്കണം. എനിക്കും ഉണ്ടൊരു പെണ്ണ്. ഏയ്, നമ്മുടെ കുട്ടിക്ക് എന്താ ഒരു കുഴപ്പം? പക്ഷേ ഇവളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നല്ല കുരുട്ടുബുദ്ധിയാ. മാത്രമല്ല വായാടിയും. ഫോട്ടോയിൽ ഇതൊന്നും കാണില്ലല്ലോ. അയ്യോ, അതൊന്നും കാര്യമാക്കണ്ട. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെല്ലാം ഇങ്ങനൊക്കെ തന്നെയാ. ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. കല്യാണത്തിന്റെ കാര്യം നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ അത്? ഇന്ന് വളരെ നല്ല ദിവസമാണെന്നാ തിരുമേനി പറഞ്ഞത്. ഇന്നത്തെ ദിവസം എന്ത് നല്ല തീരുമാനം എടുത്താലും അത് നന്നായി ഭവിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് പെൺകുട്ടി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ മകനോട് പറയും, പയ്യന് താല്പര്യം വന്നാലോ നമുക്ക് അപ്പൊ തന്നെ കല്യാണം നടത്താം. വീട്ടിലേക്ക് വരുന്നത് ആലോചിച്ച് വിഷമിക്കണ്ട. എന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എന്റെ മക്കളെ വളർത്തിയത്. നിങ്ങൾക്കെന്തോ കാറ്ററിംഗ് ബിസിനസ് ആണെന്നാണ് തിരുമേനി പറഞ്ഞത്. എല്ലാ മിഡിൽ ക്ലാസ് പെൺകുട്ടികളുടെയും അവസ്ഥ ഇതാണല്ലേ. നിങ്ങളുടെ മക്കളെ പോലെ തന്നെയാണ് എന്റെയും മക്കൾ. അവൾക്ക് നല്ലൊരു ആലോചന വന്നാൽ അവളുടെ കല്യാണം നടന്ന് കാണണമെന്ന് എന്റെ ആഗ്രഹം. നിങ്ങളുടെ മകളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ എത്രക്കാരാണെന്ന്. അതുമാത്രമല്ല, ദൈവസന്നിധിയിൽ വെച്ചല്ലേ നമ്മൾ കണ്ടുമുട്ടിയത്. ഇതെല്ലാം ദൈവം തന്നെ തീരുമാനിച്ചതാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. നിങ്ങൾക്ക് പോകാൻ വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ വീട് വരെ ഒന്ന് വന്നിട്ട് പോകാം. ദൈവത്തിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണം നടത്താം. അല്ലെങ്കിലും സ്നേഹമായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാലോ. വീട്ടിലേക്ക് വരില്ലേ? നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ എന്നെ വിളിക്കുമ്പോ ഞങ്ങള് വീട്ടിലേക്ക് വരും, അല്ലേ? എന്നെ വിട്ട് പോകാതടി, തീക്കായും നേരത്ത് നീ പാടടി. ഇടിയേറാസാത്തി ഇടിയേറാസാത്തി, എന്തിനോ ഈ വഴി വന്നു നീ. നെഞ്ചിലെ ചീ
ചേട്ടൻ പറഞ്ഞു. എന്തിന്? ചേട്ടാ പുറത്തേക്ക് പോയാലോ? പുറത്തേക്ക് പോവാനോ? അല്ല എന്റെ കൂടെ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ സത്യത്തിൽ ആ കാര്യം എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഇപ്പൊ എന്റെ കൂടെ പുറത്തു പോകാത്തതിനെ വിഷമിച്ചിരിക്കാന്നാണല്ലോ ഇവരെല്ലാരും പറയുന്നത്. ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തതല്ലേ. ചിലപ്പോ നീയേ മറന്നുപോയി കാണും. അതുകൊണ്ടാ ഞാൻ നമ്മൾ പുറത്തു പോകുന്ന കാര്യം നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞിട്ടും നീ ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ ഇങ്ങോട്ടേക്ക് വന്നത്. ചേട്ടാ ഞങ്ങൾ ഇപ്പൊ വരാവേ. ആരതി ഞാനിപ്പോ വരാം. അളിയാ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. അളിയാ ഒന്ന് പോയിട്ട് വാ. ആദ്യ എനിക്ക് ഇനിയും ഇത് കാണാൻ പറ്റില്ല. അമ്മ എന്തായാലും പുറത്തേക്ക് പോയെന്നല്ല പറഞ്ഞത്. പിന്നെ വേദാന്തിനെ അങ്ങ് വിട്ടൂടെ? എക്സാക്ട്ലി, ഞാനും അത് തന്നെ ഉദ്ദേശിക്കുന്നത്. പോകാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞൂടെ, അല്ലാതെ കള്ളം പറഞ്ഞ് വിക്കി ചേട്ടനെ വലിച്ചയക്കുന്ന എന്തിനാ? നിങ്ങളുടെ ഗ്രേറ്റ് മാൻ ഓൺ ഫാമിലിയില് എല്ലാവർക്കും നല്ല ബുദ്ധിയാണല്ലോ. നിന്റെ കൂടെ നിന്നിട്ട് എനിക്കാ ഇപ്പൊ തലറങ്ങുന്നത്. അല്ല ഇതെന്ത് കഥയാ? കഥയല്ല, കാര്യം പറഞ്ഞത്. വേദാന്തിന് അമ്മനോടൊന്നും പറയാൻ പറ്റുന്നില്ല. വിക്കിക്കാണെങ്കിൽ അവന്റെ ഭാര്യയോട് മിണ്ടാനും പറ്റുന്നില്ല. പിക്നിക്കിന്റെ പേരും പറഞ്ഞ് നീ നിന്റെ ചേട്ടനെ അൺകംഫർട്ടബിളും ആക്കിയിട്ടുണ്ട്. അവസാനം നീയോ വേദാന്തിന്റെ പ്രേമം വേദാന്തിനെ കൊണ്ട് തന്നെ പറയിക്കാൻ വാശി പിടിച്ചിരിക്കുന്നു. പട്ടിപ്പുല്ല് തിന്നേയില്ല, പശുവിനെ കൊണ്ട് അത് തീറ്റിക്കേയില്ല. നിങ്ങളുടെയൊക്കെ സർണമേ മേനോൻ നല്ല വെക്കേണ്ടത്, മന്ദബുദ്ധികൾ എന്നാ വെക്കേണ്ടത്. ആ സർനെയിം നിങ്ങൾക്കുള്ളോണ്ട് എനിക്ക് വേറെ പ്രശ്നമില്ല. പക്ഷെ ഈ കാര്യത്തില് എന്റെ കൂടെ നിന്നാ മതി. ചേട്ടൻ ഇപ്പൊ തന്നെ ഇംപേഷ്യന്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്താ നമ്മൾ ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ചതുർത്ഥി അടിപൊളിയാക്കാം. വിചാരിച്ച പോലെ നിനക്ക് ചെറിയ വട്ടമൊന്നുമല്ല, നല്ല മുഴുത്ത വട്ടാണെന്ന് എനിക്ക് ഇപ്പൊ ഉറപ്പായി. നിന്റെ ചേട്ടൻ പറഞ്ഞിട്ട് അതൊന്നും നടക്കുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. അവൻ എന്തെങ്കിലും തുറന്നു പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ചായിരിക്കും. ഒരു വഴിയില്ലാന്ന് വരുമ്പോ അവനൊന്നും ദേഷ്യപ്പെട്ടെന്ന് വരും. പിന്നെ ആരും മൈൻഡ് ചെയ്യാതിരുന്നാ ഇനി പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയും. നിങ്ങളിങ്ങ് വാ. എന്തൊക്കെയോ നടക്കുന്നു. ആദ്യ എനിക്ക് ഇനിയും ഇത് കാണാൻ പറ്റില്ല. അമ്മ എന്തായാലും പുറത്തേക്ക് പോയെന്നല്ല പറഞ്ഞത്. പിന്നെ വേദാന്തിനെ അങ്ങ് വിട്ടൂടെ? എക്സാക്ട്ലി, ഞാനും അത് തന്നെ ഉദ്ദേശിക്കുന്നത്. പോകാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞൂടെ, അല്ലാതെ കള്ളം പറഞ്ഞ് വിക്കി ചേട്ടനെ വലിച്ചയക്കുന്ന എന്തിനാ? നിങ്ങളുടെ ഗ്രേറ്റ് മാൻ ഓൺ ഫാമിലിയില് എല്ലാവർക്കും നല്ല ബുദ്ധിയാണല്ലോ. നിന്റെ കൂടെ നിന്നിട്ട് എനിക്കാ ഇപ്പൊ തലറങ്ങുന്നത്. അല്ല ഇതെന്ത് കഥയാ? കഥയല്ല, കാര്യം പറഞ്ഞത്. വേദാന്തിന് അമ്മനോടൊന്നും പറയാൻ പറ്റുന്നില്ല. വിക്കിക്കാണെങ്കിൽ അവന്റെ ഭാര്യയോട് മിണ്ടാനും പറ്റുന്നില്ല. പിക്നിക്കിന്റെ പേരും പറഞ്ഞ് നീ നിന്റെ ചേട്ടനെ അൺകംഫർട്ടബിളും ആക്കിയിട്ടുണ്ട്. അവസാനം നീയോ വേദാന്തിന്റെ പ്രേമം വേദാന്തിനെ കൊണ്ട് തന്നെ പറയിക്കാൻ വാശി പിടിച്ചിരിക്കുന്നു. പട്ടിപ്പുല്ല് തിന്നേയില്ല, പശുവിനെ കൊണ്ട് അത് തീറ്റിക്കേയില്ല. നിങ്ങളുടെയൊക്കെ സർണമേ മേനോൻ നല്ല വെക്കേണ്ടത്, മന്ദബുദ്ധികൾ എന്നാ വെക്കേണ്ടത്. ആ സർനെയിം നിങ്ങൾക്കുള്ളോണ്ട് എനിക്ക് വേറെ പ്രശ്നമില്ല. പക്ഷെ ഈ കാര്യത്തില് എന്റെ കൂടെ നിന്നാ മതി. ചേട്ടൻ ഇപ്പൊ തന്നെ ഇംപേഷ്യന്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്താ നമ്മൾ ചോദിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ചതുർത്ഥി അടിപൊളിയാക്കാം. വിചാരിച്ച പോലെ നിനക്ക് ചെറിയ വട്ടമൊന്നുമല്ല, നല്ല മുഴുത്ത വട്ടാണെന്ന് എനിക്ക് ഇപ്പൊ ഉറപ്പായി. നിന്റെ ചേട്ടൻ പറഞ്ഞിട്ട് അതൊന്നും നടക്കുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. അവൻ എന്തെങ്കിലും തുറന്നു പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ചായിരിക്കും. ഒരു വഴിയില്ലാന്ന് വരുമ്പോ അവനൊന്നും ദേഷ്യപ്പെട്ടെന്ന് വരും. പിന്നെ ആരും മൈൻഡ് ചെയ്യാതിരുന്നാ ഇനി പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയും. നിങ്ങളിങ്ങ് വാ. എന്തൊക്കെയോ നടക്കുന്നു. നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഞാൻ നിങ്ങളോടാ പറയേണ്ടത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ റൗഡികൾ വന്ന സമയത്ത് ഈ മെക്കാനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടെ. പക്ഷെ നിങ്ങളൊരു സംഭവം തന്നെ. അവരെ ഓടിച്ചു വിടാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തില്ലേ? നിങ്ങൾ തെറ്റായിട്ട് വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. നിങ്ങൾ വളരെ സ്ട്രോങ് ആ. നിങ്ങളുടെ ഗെറ്റപ്പും സംസാരവും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഇങ്ങനെ പെരുമാറുന്ന കണ്ടിട്ട് വിശ്വസിക്കാനാവുന്നില്ല. ഇങ്ങനെ ജീവിക്കുന്നതിന് എന്തെങ്കിലും സ്പെഷ്യൽ റീസൺ ഉണ്ടോ? അതെന്താ, നിങ്ങൾക്കും എന്നെ കണ്ടിട്ട് അബ്നോർമൽ ആയിട്ടാണോ ഫീൽ ചെയ്യുന്നത്? അയ്യോ ചേച്ചേ, ഒരിക്കലും അങ്ങനെയൊന്നും തോന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ട് ജീവിക്കണം എന്നുള്ളത് ചെറിയ പ്രായത്തിൽ ഞാനും പഠിച്ചതാ.
ഞാൻ നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ എന്താ അങ്ങനെ ചോദിച്ചെന്ന് വെച്ചാ, ആ റൗഡികൾ ഇത്രയധികം കാശ് തരാന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഈ വർക്ക്ഷോപ്പ് കൊടുക്കാനായിട്ട് ഒരു താല്പര്യവും കാണിച്ചില്ലല്ലോ. അവരെത്രയൊക്കെ വരട്ടിയിട്ടും നിങ്ങൾ സമ്മതിച്ചതുമില്ല. ഇതൊക്കെ കണ്ടപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷൻ ആയി, അത്രേ ഉള്ളൂ. ഞാൻ എന്റെ അച്ഛനെയാ ദൈവമായിട്ട് കാണുന്നത്. ഇതെന്റെ അച്ഛന്റെ ഗ്യാരേജ് ആണ്. പക്ഷേ അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ആകെ ഉള്ളത് ഈ മെക്കാനിക് ഷോപ്പ് മാത്രമാണ്. ഇതങ്ങനെ പൂട്ടിക്കെട്ടാൻ ഞാൻ അങ്ങനെ ആരെയും സമ്മതിക്കാൻ പോകുന്നില്ല. പെൺകുട്ടികൾ അങ്ങനെ വീക്കല്ല. ശരിക്കും പറഞ്ഞ ആൺകുട്ടികളെക്കാൾ സ്ട്രോങ് ആ പെൺകുട്ടികള്. അതെനിക്ക് മനസ്സിലാക്കി തന്നത് എന്റെ അച്ഛനാ. ഈ ലോകത്ത് നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് എന്നെ പഠിപ്പിച്ചത് അച്ഛനാണ്. അച്ഛൻ പോയതിനു ശേഷവും എനിക്ക് ഈ മെക്കാനിക് പണിയല്ലാതെ വേറൊന്നും പറ്റുന്നില്ലായിരുന്നു. ഒരുപാട് ഓർമ്മകളുള്ള ഈ ഗ്യാരേജ് അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ പറ. അതുമാത്രമല്ല, എന്റെ അച്ഛൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അച്ഛൻ എന്നെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും എന്റെ കൈ പിടിച്ച് മുന്നിലേക്ക് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ മെക്കാനിക് ഷോപ്പ് എന്നെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ പോയത്. കയ്യില് കാശില്ലെന്നുണ്ടെങ്കിലും മനസമാധാനം ഉണ്ടല്ലോ. ഒരുപാട് സോറി സത്യ. ഞാൻ നിങ്ങളോട് ഇതൊക്കെ ചോദിച്ചപ്പോ നിങ്ങൾക്ക് ശരിക്കും അച്ഛനെ കുറിച്ച് ഓർമ്മ വന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. ജീവിച്ചിരിക്കുന്നവരെ ഓർത്താൽ മാത്രമല്ലേ നമുക്ക് പ്രശ്നം ഉണ്ടാവും. എല്ലാ പെൺകുട്ടികളുടെ ജീവിതത്തിലും സ്വന്തം അച്ഛനായിരിക്കുമല്ലോ അവരുടെ ഹീറോ. എന്റെ ഹീറോ എന്നെ നന്നായി ജീവിക്കാനാ പഠിപ്പിച്ചത്. എന്റെ ഹീറോ എന്നെ ഫൈറ്റ് ചെയ്യാനും പഠിപ്പിച്ചു. ഏതൊരു വില്ലൻ വന്നാലും അവനിട്ട് 2 കൊടുക്കാനുള്ള ധൈര്യമൊക്കെ എനിക്ക് നല്ലോണം ഉണ്ട്. വാവ്, എത്ര രസമായിട്ടാ സംസാരിക്കുന്നേ. സത്യമായിട്ടും അച്ഛൻ എന്ന് പറഞ്ഞ ഒരു അത്ഭുതം. എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഈ ലോകത്ത് നിങ്ങളുടെ അച്ഛനേക്കാളും വലുതായിട്ട് വേറെ ആരുമില്ല. അതെ അതേനേ, നിങ്ങൾ റെഡിയായോ? അല്ല പ്രമി, നീ ഇത്ര പെട്ടെന്ന് റെഡിയായോ? പോകാൻ തീരുമാനിച്ചോ? പോകാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനാ റെഡിയായിട്ട് നിൽക്കുന്നേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മൾ പോയിട്ട് പെൺകുട്ടിയെ കണ്ടിട്ട് ഇപ്പൊ അവിടെ നമ്മുടെ കണ്ണനെ ചേരുന്നിരിക്കട്ടെ. നമ്മൾ കണ്ണനോട് ഇപ്പൊ എന്തു പറയും? എന്താ പറഞ്ഞാല്? നമ്മൾ അവനോട് ആ പെണ്ണിനെ പോയി കാണാൻ പറയില്ലേ? അതവന് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്കൊരു സംശയം. എനിക്ക് തോന്നുന്നു അവനവന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിലെ കൂടുതൽ താല്പര്യം. കല്യാണത്തെ കുറിച്ച് അവൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഞാനും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. എന്നാലും അമ്മ പറയുന്ന കേട്ടിട്ട് ഒന്നുപോയി കണ്ടിട്ട് വരാം. നമ്മുടെ ധ്രുവയുടെ കാര്യം പറഞ്ഞപ്പോ ഒരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിലേക്ക് വരാനല്ലേ അവര് പറഞ്ഞേ. നമ്മുടെ ആരതിയുടെ കല്യാണം നടക്കാതിരുന്നപ്പോ ഏതൊരു പയ്യനെ കണ്ടാലും നമ്മളും ഇതുപോലെ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടില്ലേ? പെൺമക്കളുള്ളവരുടെ സങ്കടം നമുക്കല്ലേ അറിയൂ. ഇപ്പൊ ആ അമ്മയും അത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ.